ഹലോ ഗായ്സ്, വെൽക്കം ടു ദിസ് വീഡിയോ. നമ്മളിപ്പോൾ നേരെ പോകാൻ പോകുന്നത് ഒമാൻ സുൽത്താൻ്റെ ഷിപ്പ് കിടക്കുന്ന സ്ഥലം കാണാനും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ തലേന്ന് പ്ലാൻ ചെയ്ത പോലെ തന്നെ ഞങ്ങൾ വെളുപ്പിന് 7 മണിക്ക് തന്നെ ഇവിടെ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലായിരുന്നു വരുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് പ്ലാനിൽ ഒരു ചേഞ്ച് വന്നത്. വേറൊന്നുമില്ല, പോകുന്ന വഴിക്ക് ഒരു കൃഷ്ണൻ്റെ ടെമ്പിളുണ്ട് ഇവിടെ ഒമാനിൽ, മസ്കറ്റിനടുത്ത്. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അതിൽ നിന്ന് പോയിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ടാണ് ഫസ്റ്റ് പോകുന്നത്. അതിനുശേഷം സുൽത്താൻ്റെ ഷിപ്പ് കാണാൻ വേണ്ടി പോകും. അപ്പോൾ ഞാൻ ഒമാനിൽ വന്നിട്ട് ഇപ്പോൾ 1 മാസം ആവുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പുറത്തോട്ട് പോകുന്നൊരു ഇതാണ്. അപ്പോൾ ഞാൻ ആകെ ഹാപ്പിയാണ്, കാരണം ആദ്യമായിട്ടാണ് ഈ ഒമാൻ്റെ പുറത്തോട്ടുള്ള ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. ഇവിടുത്തെ പ്രകൃതി ഭംഗിയാണ് പറയാനുണ്ടെങ്കിൽ ഇങ്ങനത്തെ മലനിരകൾ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാണുന്നത്. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ അല്ല, മലയല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, കല്ലും മണ്ണും ഒക്കെ ആയിട്ടുള്ളൊരു പ്രത്യേക ടൈപ്പ് മലയാണ്. എവിടെ നോക്കിയാലും ഇതുപോലത്തെ ഹില്ലാണ് കാണാം, ചെറുതും വലുതായിട്ട് ഇതുപോലത്തെ. നല്ല രസമുണ്ട് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാൻ. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചില ഹില്ലൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളാണെങ്കിലും വളരെ രസമുണ്ട്, കാരണം എല്ലാത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൽ മലയൊക്കെ ആയിട്ടും പിന്നെ അധികം ഹൈറ്റൊന്നും ഇല്ലാത്ത ബിൽഡിങ്ങുകളായിരിക്കും. നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ അതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ഥലം കണ്ടോ? സ്ഥലത്തിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷേ ഇവിടെ ഈ മല തുരന്ന് റോഡുണ്ടാക്കിയിട്ടാണ് അങ്ങോട്ട് പോകുന്നതെന്നാണ് കൂടെയുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞത്. ഒരു തവണ അതിലേക്കൊന്ന് പോകണം. ആ സ്ഥലത്തിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുണ്ട്, ഈ ബിൽഡിങ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ മലയും നല്ല രസമുണ്ട് കാണാൻ. ഇതുള്ള കുറേ സ്ഥലങ്ങൾ കണ്ടായിരുന്നു പോകുന്ന വഴിക്ക്, എല്ലാം ഒന്നും റെക്കോർഡ് ചെയ്യാനും കഴിഞ്ഞില്ല. അങ്ങനെ വേറെ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഈ കാണുന്ന മൊത്തം ഈന്തപ്പനകളാണ്. കുറേ പനകളിങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. വീഡിയോയിൽ അത്ര കാണുന്നില്ല, എന്നാലും എല്ലാത്തിലും ഇപ്പോൾ കായ ഉണ്ടാകുന്ന സീസണാണ്. ഈന്തപ്പഴങ്ങളൊക്കെ കിടക്കുന്ന കാണാം. അതിനുശേഷം വേറൊരു ടൗൺ എത്തി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ താഴോട്ട് പോയി കഴിഞ്ഞാലാണ് അമ്പലം. ഈ അമ്പലത്തിൻ്റെ അവിടെ വീഡിയോഗ്രാഫി ഇല്ലീഗലാണ്, അവിടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ പുറകെ കാണുന്ന വാതിലിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാലാണ് അമ്പലം. അതിൻ്റെ അങ്ങോട്ട് അകത്തേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്ന സുൽത്താൻ്റെ ഷിപ്പ് കാണാൻ വേണ്ടിയിട്ടാണ്. പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ്. നല്ല രസമായിട്ടാണ് ഇവിടെ ടൗണൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ബീച്ചിൻ്റെ സൈഡെത്തി. അടിപൊളിയാണ്. ഫസ്റ്റ് ടൈമൊക്കെ ചെല്ലുന്നവർ എന്തായാലും അത്ഭുതപ്പെട്ടു പോകും. ഞാൻ ശരിക്കും വണ്ടറടിച്ചു. നല്ല ഭംഗിയാണ് ഈ സ്ഥലമൊക്കെ കാണാൻ. പോയിട്ടുള്ളവർക്ക് അറിയാം. സൈഡ് ടൗണൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ. വാട്ടർ ജമ്പിങ് ഒക്കെ ഉണ്ടോ, വളരെ അടിപൊളിയാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ ഷിപ്പ് കിടക്കുന്നിടത്ത് എത്തി. ഇത് മാർബിളിൽ കൊത്തി വെച്ചേക്കുന്ന ഇവിടുത്തെ പഴയൊരു ഫോട്ടോയാണോ. ഇപ്പോൾ സ്ഥലമൊക്കെ ആകെ മാറി പുതിയ രീതിക്കായി. ഈ നഗരമൊക്കെ കാണാൻ അടിപൊളി രസമാണ്. ഒരു പഴമ ഫീൽ ചെയ്യുന്ന, എന്നാൽ നല്ല ക്ലീനായിട്ടുള്ള ഒരു അടിപൊളി ഒരു ഏരിയയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. ഇനി ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. ഈ ഷിപ്പ് എത്ര കണ്ടാലും മടുക്കില്ല കേട്ടോ. ഭയങ്കര ബ്യൂട്ടിയാണിത്. നൈറ്റ് കാണാനാണ് ഇത് ഏറ്റവും ഭംഗി എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ഈ ടൗണും ഈ ഷിപ്പും ഒക്കെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര രസമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നൈറ്റ് പോകാൻ പറ്റുന്നവർ നൈറ്റ് പോവുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് അവിടെ നിന്ന് കിട്ടും. അങ്ങനെ അവിടെ നിന്നൊരു ചെറിയ ചായയോടെയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. പോകുന്ന വഴിക്കൊക്കെ കണ്ട കുറച്ച് കാഴ്ചകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ടൗണും റോഡും ഒക്കെ ഇവർ നന്നായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. മരങ്ങളും ചെടികളും ഒക്കെ നട്ടും വളർത്തി അടിപൊളിയായിട്ട്. പിന്നെ ആ കാണുന്ന ഫ്ലാഗ് ഉണ്ടല്ലോ, അതാണ് ഒമാനിലെ ഏറ്റവും വലിയ ഫ്ലാഗ് ഇവിടുത്തെ. അതും നല്ല രസമായിരുന്നു
കാറിൽ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് ചെറുതായിട്ടേ കാണുന്നുള്ളൂ, പക്ഷേ എൻ്റെ സൈസ് വലുതാണ്. അപ്പോൾ മസ്കറ്റ് എയർപോർട്ട് ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ അതേ ഒരു ഫ്ലൈറ്റ് നമുക്ക് പറന്നു പോകുന്ന കാണാൻ പറ്റി. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. ഒമാനിൽ വന്നിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.